ഇതാണ്ട് നമ്മൾ താമസിച്ച പാളയത്തുള്ള അളകാപുരി ഹോട്ടലിൻ്റെ നമ്മുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച. ചെറിയൊരു കോട്ടയാടും കുറച്ച് പൂക്കളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ്, റൂം നമ്പർ 7. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉടനെ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഏതാണ്ട് ഒരു 5.5 കിലോമീറ്ററോളം ദൂരം ഞങ്ങൾക്ക് പോകണം. കൃത്യം സ്ഥലം പറയുകയാണെങ്കിൽ കോഴിക്കോട് കളക്ട്രേറ്റ് ഇരിക്കുന്നതിന് സമീപമാണ് നമുക്ക് പോകേണ്ട സ്ഥലം. അപ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് പിന്നാലെ തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഓട്ടോ എടുത്ത് കോഴിക്കോട് ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നി കുറച്ചധികം പ്രത്യേകതകൾ കോഴിക്കോട് ടൗണിൽ മറ്റ് നഗരങ്ങളെയൊക്കെ അപേക്ഷിച്ച് അല്പം കൂടെ വൃത്തിയുണ്ട്. വഴികളൊക്കെയും അല്പം കൂടെ വീതിയുള്ളതായതിനാൽ തിരക്ക് തിരുവനന്തപുരം, കൊച്ചി പോലുള്ള ടൗണുകളെ അപേക്ഷിച്ച് അല്പം കുറവുണ്ട്. നമുക്ക് സമാധാനമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അധികം ഒരുപാട് ദൂരമൊന്നും സഞ്ചരിച്ചില്ല. എൻ്റെ ചെറിയ ഒരു സഞ്ചാര പാതയിൽ നിന്നാണ് ഞാൻ ഇത്തരത്തിൽ പറയുന്നത്. അത്യാവശ്യം ബ്ലോക്കുള്ള സ്ഥലങ്ങളും ഉണ്ട്, കൺജസ്റ്റഡ് സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ എങ്കിലും പൊതുവെ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബെറ്ററാണ്. ഭാര്യയുടെ ജോലി സംബന്ധമായ ആവശ്യത്തിനാണ് കളക്ട്രേറ്റിലെത്തിയത്. നമ്മുടെ ആവശ്യമൊക്കെ നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സിവിൽ സ്റ്റേഷൻ എന്ന ഭാഗത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് മുതലക്കുഴി ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി. സ്വകാര്യ ബസ്സാണ് കേട്ടോ. ലോക്കൽ ടൗൺ ടു ടൗൺ സർവീസ് നടത്തുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ഞങ്ങളതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇരഞ്ഞിപ്പാലം എന്നാണ്. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേരാണ് നടക്കാവ്. ഇപ്പോൾ വീഡിയോ കാണുന്ന സ്ഥലമാണ് മാനാഞ്ചിറ. കോഴിക്കോടിൻ്റെ കുടിവെള്ള സോഴ്സ് എന്ന് തന്നെ നമുക്ക് മാനാഞ്ചിറയെ വിശേഷിപ്പിക്കാം. നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. എനിക്കിവിടെ ഇറങ്ങാനായിട്ട് സമയം കിട്ടിയില്ല. ഇനി ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്ന് കിടക്കുകയാണ്. നമ്മളിവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മുതലക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മുതലക്കുഴിയിൽ ഇറങ്ങിയ ശേഷം വേണം ഞങ്ങൾക്ക് ജന്മഭൂമിയുടെ കോഴിക്കോട് ഓഫീസ് വരെ ഒന്ന് പോകാനായിട്ട്. അവിടെ നിന്ന് പോകേണ്ട റൂട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കാണാം. രാവിലെ ചായ കുടിക്കാനൊന്നും സാധിച്ചില്ല. അതുകൊണ്ട് ചെറിയൊരു ലഘുഭക്ഷണം മേടിച്ച് കഴിക്കുകയാണ്. എരിവുള്ള സാധനമൊന്നും എനിക്ക് വേണ്ട കേട്ടോ. കോഴിക്കോട് ടൗണിൽ കൂടെ അടുത്തൊരു ബസ് യാത്രയാണ്. അപ്പം മുതലക്കുഴി ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ KCTയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജന്മഭൂമി ഓഫീസ് അവിടെയാണ്. പന്തീരാങ്കാവ് റൂട്ടാണ്.
മാങ്കാവ്, പന്തീരാങ്കാവ് എന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ്, ഇത് കാണാമല്ലോ. ഇത് ലൈവ് റെക്കോർഡിംഗ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ശബ്ദത്തിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വണ്ടികളുടെ ശബ്ദമൊക്കെ കാര്യമായിട്ട് കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് കൊച്ചി നിൽക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രത്യേകത കുറച്ചുകൂടെയൊക്കെ ഒരു സ്വസ്ഥവും സമാധാനമാണ് തോന്നുന്നത്. അത്ര തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. തിരക്കുണ്ടാവും, ഇല്ലെന്നല്ല, എങ്കിലും കുറച്ചുകൂടെയൊക്കെ വൃത്തിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വൈഫാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചു. നല്ല വൃത്തിയുണ്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം. എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ പോയിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് പോയിട്ടുള്ളൂ. മാനാഞ്ചിറ പോലുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടുന്ന് തിരിച്ച് നമ്മൾ താമസിക്കുന്ന പാളയത്തിന് പോകും. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് 1/2 കിലോമീറ്റർ അതിൽ ഓട്ടോയ്ക്ക് വല്ലതും പോകാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു വെയിലുള്ള ദിവസമാണ്, നല്ല ചൂടാണ്. മഴക്കാലമാണെന്നൊന്നും പറയില്ല കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ അങ്ങോട്ട് കാണിക്കാം. നിലവിലൂടെ ആരും സീറ്റൊക്കെ നല്ല കളറാണല്ലോ, നല്ല റോസ് കളറിൽ സീറ്റൊക്കെ ചെയ്ത് വെച്ചേക്കാം. ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ തുടർന്ന് ജന്മഭൂമി പോയ കാഴ്ചകൾ, പിന്നീട് തിരിച്ചു പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. നന്ദി.